ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എത്തിച്ചേരേണ്ടത് ഇവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആർഗ്രസ് കോട്ട. എറ്റിനോസ് ക്രൂസൻ പ്രഭുവിന്റെ ഈ കോട്ടയിൽ എ മുതൽ സെഡ് വരെയുള്ള 26 നിലവറകളിൽ ക്യൂവിലാണ് നിധിയിരിക്കുന്നത്. ക്യൂവിലോ? അപ്പോ ഒരുപാട് പേരുണ്ടാവില്ലേ നിധിയെടുക്കാൻ? Shut up! Don't tell silly jokes in this crucial time. Listen, ആർഗ്രസ് കോട്ടയിൽ കടന്ന് നിധി സ്വന്തമാക്കുക എന്നത് നിസ്സാരമല്ല. ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വരും. ചെങ്കുത്തായ മലനിരകൾ, വിഷപ്പാമ്പുകളും ചെന്നായ്ക്കളും ഓരിയിടുന്ന നിബിഡ വനങ്ങൾ. ബോസ്, വിഷപ്പാമ്പ് ഓരിയിടോ? സ്റ്റീഫൻ റൊണാൾഡ്, നീ അതിര് കിടക്കുന്നു. നിക്കോളാസ് പെരുവാ, അവനോട് ക്ഷമിച്ചേക്കൂ. എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും നമ്മൾ അവിടെ എത്തിച്ചേരും. യെസ് മെറ്റല്ല, ഐ അപ്രീഷിയേറ്റ് യു. ഇനി വൈകണ്ട, ഈ രാത്രി വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് യാത്ര തുടങ്ങാം.
നിക്കോളാസ് ബെറുവ, I am here. ഞാൻ ഇവിടെയുണ്ട്. Oh God. Where is Stephen? അവൻ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കയ്യിലുള്ള വോട്ട് കുടിച്ച് തീർക്കുന്നുണ്ടാവും. ബെറുവാ! മെറ്റിൽഡ! സ്റ്റീഫന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. എന്താ പറ്റി സ്റ്റീഫൻ? എന്താ ഉണ്ടായത്? പറയൂ. അതാ അവിടേക്ക് നോക്കൂ. സ്റ്റീഫൻ, don't try to tell കഥാപ്രസംഗം. നോ നോ ബെറുവാ, ഐ ആം സീരിയസ്. അവിടെ 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 എന്താ? അവിടെ ഒരു പ്രേതം. ശരിയാ, അത് നമ്മുടെ അടുത്തേക്ക് വരുന്നു. Hey, that is not a പ്രേതം. പ്രേതങ്ങൾ ഒരിക്കലും വിളക്കുമായിട്ട് വരില്ല, എസ്പെഷ്യലി റാന്തൽ. Why ബെറുവ? ബിക്കോസ് പ്രേതങ്ങൾക്ക് വെളിച്ച പേടിയാണ് മെറ്റിൽഡ. യു ആർ റൈറ്റ്. ആരാ നിങ്ങൾ? ആരും വരാൻ പേടിക്കുന്ന ഈ ആർഗ്രസ് കോട്ടയിൽ നിങ്ങൾ എന്തിനു വന്നു? നിങ്ങൾ അതല്ലല്ലോ എന്റെ ചോദ്യത്തിനുള്ള മറുപടി. നിങ്ങൾ പ്രേതമോ മനുഷ്യനോ? പ്രേതം കണക്ക് ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യ ജന്മം ഈ ആഗ്രസ് കോട്ടയിലെ അല്ല, ഈ ആഗ്രസ് ഓർഫനേജിലെ അനേകം അന്തേവാസികളിൽ ഒരാൾ കത്രീന നറിയാൻ. ആർഗ്രസ് ഓർഫനേജ്? അപ്പൊ ഇത് കോട്ടയല്ല, ഇവിടെ നിധിയില്ല. അപ്പോ ആഗ്രസ് കോട്ടയിലെ നിധി തേടി ഇറങ്ങിയതാണല്ലേ? കത്രീനച്ചിക്ക് അല്ല അമ്മൂമ്മയ്ക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കുന്നതിന് മുമ്പ് നിധിവേട്ടയുടെ ചരിത്രം നിങ്ങൾ അറിയണം. യഥാർത്ഥ നിധിവേട്ട എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഈ നിധിവേട്ട ലോകത്താദ്യമായി നടക്കുന്നത് പശ്ചിമ ജർമ്മനിയിലെ ബ്രിട്ടാസ് പ്രവിശ്യയിലാണ്. അതും ലോക ജനതയെ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത്. ഞാൻ ഹിറ്റ്ലർ. അസാധ്യമെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഇപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ക്രൂരനായിരുന്നോ ഈ മനുഷ്യനെന്ന്. പിന്നല്ലാതെ കണ്ണ് ചോരയില്ലാതെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നവൻ പിന്നെ ക്രൂരനല്ലാതാവോ? അത് നിങ്ങൾക്ക് ഹിറ്റ്ലറെ കുറിച്ച് അറിയാഞ്ഞിട്ടാ.
ലോകം കിടുകിടെ വിറപ്പിച്ച ഹിറ്റ്ലർ ആവുന്നതിനു മുമ്പ് അയാൾക്കൊരു കുട്ടിക്കാലമുണ്ടായിരുന്നു. ജർമ്മനിയിലെ UP സ്കൂളിൽ പഠിക്കുന്ന കാലം. ആ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി ഹിറ്റ്ലർ ആയിരുന്നു. ആട്ടവും പാട്ടും ഓട്ടവും ചാട്ടവും എന്നു വേണ്ട എല്ലാറ്റിനും ആ കുട്ടി മുമ്പിലുണ്ടാവും. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം. ക്രിസ്മസ് വന്നല്ലോ, കേക്ക് മുറിക്കാലോ, സ്റ്റാറുകൾ തൂക്കാലോ, നല്ല പാട്ടുകൾ പാടാലോ. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ നമുക്ക് വൈന് കുടിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ നമുക്ക് വൈന് കുടിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ നമുക്ക് വൈന് കുടിക്കണ്ടേ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം. അരയാലിലയായി നാമം ചൊല്ലും പ്രായം. അൺബിലീവബിൾ, വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത്രയും പാവമായിരുന്ന ആൾ പിന്നെ എങ്ങനെ ഇത്രയും ക്രൂരനായി മാറി? അതൊരു നീണ്ട കഥയാ. ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? സ്റ്റീഫൻ, സോറി മമ്മേ, യു കണ്ടിന്യൂ. ഹിറ്റ്ലറുടെ അപ്പൻ ജേക്കബ് ചാണ്ടിയുടെയും അമ്മ എമിലി കുഞ്ഞച്ചൻ്റെയും യഥാർത്ഥ മകനായിരുന്നില്ല ഹിറ്റ്ലർ. വിവാഹം കഴിഞ്ഞേറെക്കാലമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത അവർ ജർമ്മനിയിലെ ഹെഡ്മുണ്ടോ ചൈൽഡ് കെയർ ഹോമിൽ നിന്നും ദത്തെടുത്തു വളർത്തിയതായിരുന്നു ആ കുട്ടിയെ. എന്നാൽ വൈകി വന്ന ദൈവാനുഗ്രഹത്താൽ എമിലി ഗർഭിണിയായി. കൊടും വരൾച്ചയ്ക്ക് ശേഷമുള്ള പെരും മഴ പോലെ ഒറ്റ പ്രസവത്തിൽ 5 പെൺകുഞ്ഞുങ്ങൾ. ഏതൊരിറക്കത്തിനും ഒരു കയറ്റമുണ്ടെന്നത് പോലെ ആ സന്തോഷവും അധികകാലം നീണ്ടു നിന്നില്ല. ആ വീട്ടിൽ ശ്രീദേവികളായി പിറന്ന 5 പെൺമക്കളും മൂദേവികളായി മാറി. ഈ 5 എണ്ണത്തിൻ്റെ വാശിയും അഹങ്കാരവും കുശുമ്പും നാൾക്കുനാൾ കൂടി വന്നു. ഇതൊന്നും സഹിക്കാനാവാതെ ജേക്കബും എമിലിയും ബൊളീവിയൻ കാടുകളിലേക്ക് ധ്യാനം കൂടാൻ പോയി. അതോടെ ഈ 5 മാരണങ്ങളുടെയും സംരക്ഷണ ചുമതല ഹിറ്റ്ലറിൻ്റെ തലയിലുമായി. മണിത്തുമ്പൂവിൻ തേനും തായോ, ഇതൊക്കെത്തും കാറ്റേ കൊതിച്ചു പൂങ്കാറ്റേ, മണിത്തുമ്പൂവിൻ തേനും തായോ, ഓലോലം കുടിച്ചു പാടാം, ഓലക്കം മതിച്ചു നാടാം, മാണിക്യച്ചിറകിലേറാ, മാമ്പൂവും തിരഞ്ഞു പാറാം. മനസ്സിനൊരു ഉത്സവമല്ലേ, മതിമറന്നേറുകയല്ലേ,
മിസ്സിസ് കത്രീന നറിയാൻ, നിങ്ങൾ ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങൾ എങ്ങനെ ഇതെല്ലാം ഇത്ര കൃത്യമായി അറിയുന്നു? അതും ഒരു കഥയാണ്. ഇതിന് മാത്രം കഥ പറയാൻ നിങ്ങളെന്താ കഥാപുസ്തകം? സ്റ്റീഫൻ, you again crossed the limit. യെസ് ബോസ്, ഐ നോ. യു കണ്ടിന്യൂ. ലോകമഹായുദ്ധങ്ങൾ നടത്തി ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഹിറ്റ്ലറിന് സ്വന്തം കൊട്ടാരത്തിനകത്തും പുറത്തും ശത്രുക്കളുണ്ടായിരുന്നു. സിനിമാ നടൻ ബ്രൂസിലിയുടെ മരണശേഷം ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്നെയും ആരെങ്കിലും കൊല്ലുമോ എന്നുള്ള പേടി ഹിറ്റ്ലറിനെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് മൂപ്പർക്ക് കൊടുക്കുന്ന ഭക്ഷണം മൂപ്പര് കഴിക്കുന്നതിന് മുമ്പ് കുറച്ചു പേര് കഴിച്ചു നോക്കും, എന്നിട്ടേ ഹിറ്റ്ലർ കഴിക്കൂ. അതിലൊരാളായിരുന്നു കേരളത്തിൻ്റെ വടക്ക് അങ്ങ് കണ്ണൂർ ജില്ലയിലെ പരിയാരം കോവിലകത്തെ കാർത്യായനി നാരായണൻ തമ്പുരാട്ടി, അതായത് ഈ ഞാൻ. അപ്പോ നിങ്ങൾ മലയാളിയാ? അത് അപ്പോ കത്രീന എന്നറിയാൻ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരേന്റെ നടുക്കഷണം തിന്നണമെന്നാണല്ലോ. അങ്ങനെ കാർത്യായനി നാരായണൻ കത്രീന നരിയാനായി. അല്ല കർത്തിനച്ചേ, അപ്പൊ ഈ ഭക്ഷണം നിങ്ങൾ കഴിച്ച പഠിച്ചോല്ലേ? എടോ, കേരളത്തിലെ വിഷമടിച്ചു കയറ്റിയ പച്ചക്കറി തിന്ന് ശീലിച്ച എന്റെ ശരീരത്തില് ഏത് വിഷയേൽക്കാനാ? ലോകമഹായുധങ്ങൾക്ക് കാരണക്കാരനായ ആളാ. പക്ഷേ ഹിറ്റ്ലർ പേടിത്തൊണ്ടനായിരുന്നു അല്ലേ? ലോകമഹായുദ്ധം ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചതൊന്നുമല്ല. ലോകമഹായുദ്ധം What were the causes of First World War? ഹിറ്റ്ലറുടെ 5 പെങ്ങന്മാരുടെയും പിറകെ നടന്ന പൂവാലന്മാരുമായി ഹിറ്റ്ലർ ഉണ്ടാക്കിയ അടിപിടിയിൽ നിന്നാണ് 1-ാം ലോകമഹായുദ്ധമുണ്ടായത്. അപ്പോ സെക്കൻഡ് വേൾഡ് വാറോ? ഈ 5 പെങ്ങന്മാരുടെയും തമ്മിലടിയിൽ നിന്നുണ്ടായതാണ് സെക്കൻഡ് വേൾഡ് വാർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹിറ്റ്ലർക്ക് പെങ്ങന്മാരെന്ന് പറഞ്ഞാ ജീവനായിരുന്നു, പ്രത്യേകിച്ചും ഇളയ പെങ്ങളെ. നീയുറങ്ങിയോ നിലാവേ, മഴ നിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ തണലായി മാറാ നറുവെൺ തൂവൽ തളിരാൽ മൂടാ ഇടനെഞ്ചിൽ കൂട്ടും കാണാ കൂട്ടിൽ ഇടറും കിളിയുറങ്ങ. നാണമില്ലടാ നിനക്ക്. കാര്യം നീ എൻ്റെ പെങ്ങളെ മോനാണെങ്കിലും തീരെ വകതിരിവും ഉത്തരവാദിത്ത ബോധവും ഇല്ല. അത് സത്യ. കണ്ട ലവലാജി രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് നടക്കുന്നു. എടാ, നിന്റെ ഇളയ പെങ്ങളെ നല്ല രീതിയിൽ കെട്ടിച്ചോടണമെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? എല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മാവനിത് പറയരുത്. മൂത്ത 4 എങ്ങനെയാ കെട്ടിച്ചു വിട്ടതെന്ന് എനിക്കും മുച്ചിലോട്ട് ഭഗവതിക്കും മാത്രമേ അറിയൂ. അമ്മേ, ഇളയവൾക്ക് വരുന്ന ആലോചനകളൊക്കെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോവല്ലേ? അതങ്ങനെ മുടങ്ങാതിരിക്കും. അതല്ല അവളുടെ കയ്യിലിരിപ്പ്. ദേ, നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാ, യുദ്ധത്തിന്റെ സീസണാ വരാൻ പോകുന്നത്. നീ അടുത്ത യുദ്ധപരിപാടി കരാറെടുക്കുന്നതിന് മുമ്പ് മാന്യമായിട്ട് അവളെ അങ്ങ് കെട്ടിച്ചൂടാൻ നോക്കാം. വെറുതെ അയൽ രാജ്യങ്ങളെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. അങ്കോ, എനിക്ക് താല്പര്യമില്ലഞ്ഞിട്ടാണോ ഇളയവൾക്ക് വരുന്ന ആലോചനകൾ മുടങ്ങിപ്പോകുന്നതിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണം? ഹിറ്റ്ലർ സർ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ട്. പണിക്കരെന്നാണ് അവരെ വിളിക്കുന്നത്. പണിക്കാർ? അയ്യോ, പണിക്കാരല്ല, പണിക്കർ. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ കല്യാണം മുടങ്ങാനുള്ള കാരണം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും അവർ കണ്ടുപിടിച്ചു തരും. പക്ഷേ എനിക്ക് പോലും അറിയാത്ത അത്രയും ദൂരെയുള്ള ആ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരാളെ ആര് പോയി കൊണ്ടുവരും? ആ തോർത്ത് കത്രീന, അമ്മാവനെ തോർത്തെടുത്തു കൊടുക്കൂ. അമ്മാവനൊന്ന് കുളിക്കട്ടെ. ആ തോർത്തല്ല, അതോർത്ത് നീ വിഷമിക്കണ്ടെന്ന്. ആരും ചെന്നെത്താത്ത വൻകരകളിലേക്ക് കപ്പൽ ഓടിച്ചു കയറ്റുന്ന നിന്റെ വിശ്വസ്തനായ ഡ്രൈവർ ഉണ്ടല്ലോ, ആ വാസ്കോ, അവൻ കണ്ടുപിടിച്ചു കൊണ്ടുവരും.
ഇന്നലെ രാത്രി കൂടി ഏതോ വൻകര കണ്ടുപിടിച്ച് വന്നതേ ഉള്ളൂ. അങ്ങനെയാണോ? എങ്കിൽ ഗായ്സ് വാസ്കോയോട് വരാൻ പറയൂ. വാസ്കോ, ഇന്നലെ രാത്രി നീ എത്തിയിട്ടും എന്തുകൊണ്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല? സോറി ബോസ്, വൻകര കണ്ടുപിടിച്ച ക്ഷീണം കാരണം ഞാനൊന്ന് മയങ്ങിപ്പോയി. ഓ, എന്റെ ഇളയ പെങ്ങള് കാരണം ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? അങ്ങൊന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ ബോസ്, ഞാൻ ഉണർന്നേനെ. വാസ്കോ, നിന്റെ ക്ഷീണമൊക്കെ തീർന്നോടാ? തീർന്നു. എങ്കിൽ അടുത്ത യാത്രക്ക് ഉറങ്ങിക്കോളൂ. നീ എനിക്ക് ഒരു കര കണ്ടുപിടിച്ച് തരണം. അതേത് വൻകരയാ ബോസ്? വൻകരയല്ല, പണിക്കര. വഴിയൊക്കെ കത്രീന പറഞ്ഞു തരും. ഏങ്കോ, നമ്മുടെ ടൈറ്റാനിക് സർവീസ് കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ? കിട്ടണല്ലോ, കിട്ടും. അല്ലെങ്കിൽ അമ്മാവനെ കിട്ടും. എപ്പോഴാ കിട്ടി? എങ്കിൽ വാസ്കോ, യാത്ര പുറപ്പെട്ടോളൂ. പണിക്കരെ കണ്ടെത്തി തിരിച്ചു വരൂ. ഓ, ശരിക്കും വൻകര തന്നെ. തെക്കും വടക്കും ഒക്കെ മനസ്സിലായോ സാർ? തെക്കും വടക്കോ? ആ, സാറ് വടക്കു നോക്കി എന്തിനാ എടുത്ത് വെച്ച് നോക്കുന്നായിട്ട് ചോദിച്ചതാ. മണ്ടൻ, വടക്കു നോക്കിയെന്തോ? ആ, ഞാൻ കടല കുറിക്കുകയാണോ? ദാ വേണേ തിന്നോ. ഗ്ലൂക്കോസ് കസാട്ട ആ, കപ്പലടിപ്പിച്ചോളൂ. ആ, അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഉം. ബോസ്, അങ്ങനെ ബോസ് എന്ന പ്രയോഗം ആദ്യമായി കോഴിക്കോട്ടെത്തി. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയിട്ട് വരാം. Push me, and then just touch me, till I can get my satisfaction. കളരി വിളക്ക് തെളിഞ്ഞതാണോ കൊന്ന